നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര അല്പസമയത്തിനകം ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചേരും. പേമാരിയെയും സമയത്തെയും അവഗണിച്ച് ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ കാണാൻ വഴിയരികിൽ ഒഴുകിയെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തലസ്ഥാനത്ത് നിന്നും ആരംഭിച്ച വിലാപയാത്ര രാത്രി 10 മണിക്ക് ആലപ്പുഴയിലെത്താനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങളുടെ വികാരാവേശത്തിൽ VSന്റെ അന്ത്യയാത്ര മണിക്കൂറുകൾ വൈകി. മൃതദേഹവും വഹിച്ചുള്ള KSRTCയുടെ പുഷ്പാലങ്കൃത ബസ് 20 മണിക്കൂറിലധികം സമയമെടുത്താണ് ആലപ്പുഴയിലെത്തിയത്. കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാതിരാനേരത്തും കാത്തുനിന്നത്. മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്കാണ് എത്തിക്കുക. പിന്നീട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ വൈകിട്ടാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിലെ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കി. കോറി വേസ്റ്റുമായി വന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ വളയംകുളം മാങ്കുളത്താണ് സംഭവം. സമീപത്തെ വീട്ടിലേക്ക് കോറി വേസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറി റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീഴുകയായിരുന്നു. കുളത്തിന്റെ സൈഡ് ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. പൂർണ്ണമായും മുങ്ങിത്താന്നുപോയ ലോറിയിൽ നിന്നും ഡ്രൈവർ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 30 അടിയിലധികം താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ്. ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് ലോറി ജീവനക്കാരും നാട്ടുകാരും. പോലീസ് ചമഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പഴഞ്ഞി സ്കൂളിന് സമീപത്തുള്ള കുരിശുപള്ളിയോട് ചേർന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് പോലീസ് എന്ന വ്യാജേന വന്ന് ബാഗുകൾ പരിശോധിച്ചത്. ബാഗുകളിൽ ഉണ്ടായിരുന്ന പണവും ID കാർഡുകളും നഷ്ടപ്പെട്ടതായി ഇവർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. ബുധനാഴ്ച രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയ്ക്കു ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി എറവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറും നാളികേരം, ശർക്കര, വിവിധതരം പഴവർഗ്ഗങ്ങളുമാണ് ആനകൾക്ക് നൽകിയത്. കർക്കിടകം 1 മുതൽ 7 വരെ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നന്ദിനി ടീച്ചറുടെ നേതൃത്വത്തിൽ 31 ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5-ന് നാലമ്പല ദർശനം നടത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ആനയൂട്ടിന് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജു പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ PTA ജീവകാരുണ്യ സംഘടനയായ മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ, ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയും പ്രമുഖ ആശുപത്രികളുമായും ആരോഗ്യരംഗത്തെ സംഘടനകളുമായും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിക്കുന്നു. ജൂലൈ 26-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ ദന്തരോഗം, നേത്രരോഗം, കാർഡിയോളജി, പൾമനോളജി, ആയുർവേദം, ജനറൽ മെഡിസിൻ വിഭാഗം തുടങ്ങി മെഡിക്കൽ രംഗത്തെ വിവിധ ഡോക്ടർമാരുടെയും സേവനങ്ങളും, ബ്ലഡ് ടെസ്റ്റ്, ജനറൽ ചെക്കപ്പ് തുടങ്ങി വിവിധ ടെസ്റ്റുകളും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാകും. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും നൽകുന്നു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സെമിനാറുകളും ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷന് 94 46 98 84 12 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുന്നംകുളം ആർത്താറ്റ് വാണിയം പറമ്പിൽ ചിന്നൻ മകൻ സാബു എന്ന സുനിൽകുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടക്കും. ബീന ഭാര്യയും ആദിദേവ്, അമൽദേവ് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.